ബറക്കത്തിന്റെ കേന്ദ്രമായി അതിനെ പരിചയപ്പെടുത്തപ്പെടുന്നു. ഈ മജ്ലിസ് തന്നെയും ബറക്കത്താണ്, ആ മജ്ലിസിൽ വന്ന എല്ലാം ബറക്കത്താണ് എന്ന് പറഞ്ഞ് സാധാരണക്കാര് ദ്വാരക്കാൻ പൈസ കൊടുക്കണം ഒന്ന്, അത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഏതെല്ലാം കോലത്തിന് ഒരു പണം ഈടാക്കാൻ പറ്റുമോ അതൊക്കെ വേറെ ഈടാക്കുക. പിരിവിന് ബക്കറ്റുമായി പോകുമ്പോൾ ഉസ്താദ് പ്രത്യേകം പറയാ, ഒരാളെ കയ്യിൽ 2 ബക്കറ്റ് ഉണ്ടാവുന്ന, ഒരാൾ 2 ബക്കറ്റും കൊണ്ട് വരിക, ഒന്ന് ഒരു ഉദ്ദേശം, മറ്റത് വേറെ ഉദ്ദേശം. അതുകൊണ്ട് ഏത് ഉദ്ദേശമാണോ അതിനനുസരിച്ച് ബക്കറ്റ് നോക്കിയിടണേന. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും, 2 ബക്കറ്റും കിടക്കട്ടെ, കുറേശ്ശ എല്ലാ ഉദ്ദേശം ഹാസിലായിക്കോട്ടേന. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കച്ചവടം എന്താ, അവിടെ തേന്. എന്താ തേന്റെ പ്രത്യേകത? ഈ മജ്ലിസിൽ ആദ്യം മുതൽ അവസാനം വരെ വെച്ച തേനാണ്. അപ്പൊ അതിനും ബർക്കത്ത്. കുറച്ച് തേൻ എവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുപ്പിയിലാക്കി അവിടെ വെച്ചിട്ട് അതുവഴി മനുഷ്യന്മാരെ കുപ്പിയിലാക്കാം. കേട്ടോ നിങ്ങൾ അദ്ദേഹം തേൻ വെക്കുന്ന രംഗം. തേൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബർക്കത്തിന്റെ തേന് കൗണ്ടറിലുണ്ട്, അതെല്ലാരും വാങ്ങാം. ഇത്രയും നേരം മജ്ലിസ് നടത്തിയ ഈ മജ്ലിസിൽ വെച്ച തേനാണ്. എല്ലാവരും പോകുന്ന പോക്കില് ആ തേൻ ഇൻഷാ അല്ലാഹ് വാങ്ങണം എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്. കണ്ടോ, അത് മറ്റൊരു കച്ചവടം. അപ്പൊ ദിക്റും ദുആഇനൊക്കെ പേരി കുറെ കച്ചവടം കഴിഞ്ഞ് അവസാനം സദസ്സ് പിരിയുമ്പോ ഇനി വല്ല ചില്ലറ പൈസയും ബാക്കിയുണ്ടോ അതും പോന്നോട്ടേനാ. അപ്പൊ തേൻ അവിടെ ഉണ്ട്. എന്താ തേന്റെ പ്രത്യേകത? അത് ഈ മജ്ലിസിൽ വെച്ച തേനാണ്. തേന എവിടെ വെച്ചിരിക്കും ശിഫയാണ്, അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വെള്ളം വേറെ, തേന് വേറെ, അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ഇതിന്റെ മറവിൽ വേറെ നടക്കുന്നുണ്ട്. മാത്രമല്ല, നേരെ സദസ്സിലേക്ക് വരാൻ കഴിയാത്ത മനുഷ്യന്മാർക്ക് ഓൺലൈനായിട്ട് അവിടുന്ന് കേട്ടാൽ മതി, നിങ്ങൾ വെള്ളം അവിടെ വെച്ചോളില്ല മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞത്. ഇവിടെ മൂപ്പര് ചൊല്ലും, ഇങ്ങോട്ട് വരാൻ വല്ലവരും കഴിയണില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അവിടെ ടി വിയിൽ ഓണാക്കി വെക്കുക, ടി വിയിൽ ഇങ്ങനെ കാണുക, ആ ടി വിന്റെ മുന്നിൽ പാത്രത്തിൽ വെള്ളം വെക്കുക. ഇവിടുന്ന് മൂപ്പര് ഊതിയാൽ ആ ഊത്ത് ടി വി കൂടി ചെല്ലും അവിടെ. എന്നിട്ട് ആ പാത്രത്തിക്ക് ബർക്കത്തുണ്ടാകും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന്റെ അടിയിൽ മൂപ്പര് ഗൂഗിൾ പേ കാണിക്കും, അതിക്ക് പൈസ ഇടുക. എന്നാ പൈസ അങ്ങനെ അവിടെ നിന്ന് ബർക്കത്ത് ഇങ്ങോട്ട് പോരുമോ? ഇല്ല, അത് ഗൂഗിൾ പേ തന്നെ വേണം. അതും അങ്ങനെ ആക്കിയാൽ പോലെ ഊത്ത് ഇവിടുന്ന് നടത്തുക, ബർക്കത്ത് അവിടെ എത്തുന്ന. സഹോദരന്മാരെ, എന്തെല്ലാം തട്ടിപ്പാന്നറിയോ, എത്രമാത്രം അപകടത്തിലേക്കാണ് ഈ നാട് പോകുന്നത്. ഈ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ വക തട്ടിപ്പ് സഹോദരങ്ങളെ, ഇത് എന്ത് വില കൊടുത്തും തടയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് കേവലം ഒരു കച്ചവടം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഇത് ആളുകളെ വിശ്വാസം തകർക്കുന്നു, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു, പിന്നെ അതിനൊക്കെ മറ പിടിക്കാൻ ഒരു കുറച്ച് ചാരിറ്റിയും. അത് ഈ വക എല്ലാ മനുഷ്യന്മാരെയും സ്ഥിരം പണിയാം. അത് അമ്മ മുതൽ ബാബ മുതൽ എല്ലാവരും ചെയ്യുന്ന പണിയാണ് ചാരിറ്റി. അതിനാണ് മനുഷ്യന്മാരെ തൽക്കാലം പൊട്ടീസാക്കാൻ പറ്റുക. കുറച്ച് എത്തിയും കുട്ടിയാൽ, കുറച്ച് വീട്, ഒരു 2 ആംബുലൻസ്, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. എന്നിട്ട് ആംബുലൻസിന് അത് സമർപ്പിക്കാൻ മന്ത്രിയെ വിളിക്കാം. ആ മന്ത്രിക്കും പ്രശ്നമില്ല, ആംബുലൻസ് സമർപ്പിക്കാനല്ലേ, അംഗീകാരമായല്ലോ. ഇത് എല്ലാവരും ചെയ്യുന്ന പണി. അവനാന്റെ പരിന്ന് കൊടുത്തിട്ടല്ല ഈ ആംബുലൻസ് വാങ്ങണത്, അവനാന്റെ തെങ്ങുമ്പോൾ തേങ്ങട്ടിട്ടല്ല എത്തിക്കുട്ടികളെ പെരണ്ടാക്കി കൊടുക്കുന്നത്. മനുഷ്യന്മാരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഇങ്ങോട്ട് പിടിച്ചു പറിച്ചിട്ട് അതിന്റെ ഒരു വിഹിതം ഇങ്ങനെ കൊടുക്കുമ്പോ അതാ പിന്നെ പുറത്തേക്ക് കാണാം. അപ്പൊ നാട്ടിലേക്ക് മൂപ്പര് ആവശ്യക്കാരനായി മാറും. ഒന്നുമില്ലെങ്കിലും ഒരു 10 ആൾക്ക് പെരട്ടിയാല് ആ 10 ആള് പിന്നെ മൂപ്പരാളായല്ലോ, കൂടി നിൽക്കുന്നല്ലോ. അങ്ങനെ കുറെ ഭക്ഷണം, കുറെ പിന്നെ വീടുകള്, ഇങ്ങനെ പിന്നെ മൂപ്പര് കുറെ നെയ്യത്ത് പറയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാ സ്ഥലത്തും വീടില്ലാത്ത വീടുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. അപ്പൊ അതിന്റെ മറവിൽ ബാക്കി തട്ടിപ്പൊക്കെ പോയിക്കോളും. അത് ഈ വക എല്ലാ ആത്മീയ ചൂഷകന്മാരും, അത് ഏത് മതത്തിന്റെ പേരിലാവട്ടെ, അവിടെ എല്ലാം നമുക്കിത് കാണാൻ പറ്റും. മാതാമൃതാനന്ദമയി എന്താ ഒരു ആത്മീയ നേതാവാണ്, ഇസ്ലാമിതല്ലാന്നേ ഉള്ളൂ. അവരും ചെയ്യുന്നത് എന്താ, കുറെ ചാരിറ്റി അപ്രതി ചെയ്യുന്നുണ്ട്. ചെയ്തൂടെ? കോടികൾ വാങ്ങുമ്പോൾ ലക്ഷങ്ങൾ ആ വഴിക്ക് പോയാലും നഷ്ടമൊന്നുമില്ല. ബിസിനസ് നിലനിർത്താനുള്ള തന്ത്രമായി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ആ പറയപ്പെട്ട എല്ലാം ഇവിടെയും അദ്ദേഹം തുടങ്ങുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ മൗനാനുവാദം നൽകുന്നത് കൊണ്ടാണ്. വലിയ വലിയ ഉസ്താദുമാരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരാ, ഓരോ കുറെ മധു പറയാ, ഓരെ കൊണ്ട് ദ്വാരിപ്പിക്കുക. അപ്പൊ അവരും തോന്നി ഞങ്ങൾ വലിയവരാണ്. അതാ ഇങ്ങനത്തെ മനുഷ്യന്മാർക്ക് ആദ്യം ചെയ്യാം. അറിയപ്പെട്ട ഉത്തരവാദപ്പെട്ട വലിയ വലിയ ഉസ്താദുമാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഓലെ കൊണ്ട് ഒരു അൽഫാത്ത് വിളിച്ചാൽ ദ്വാരിപ്പിക്കും.
അപ്പൊ അവരും ഭാഗമായി മാറിയല്ലോ, പിന്നെ അവർക്ക് എതിർക്കാൻ കഴിയില്ല. അതാ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ദീനിയായ വഴികളല്ല എന്ന് നാം തിരിച്ചറിയുക. പക്ഷെ നമ്മൾ സാക്ഷാൽ പേരോട് മുസ്ലിയാർ ഇത് തൊട്ടപ്പുറത്ത് വന്നപ്പോൾ മൂപ്പർക്ക് തോന്നി ഇതെല്ലാം ശരിയല്ല. ബാക്കി പല ആളുകളും ഇതിന്റെ ആനുകൂല്യം ഒരു നിലയ്ക്ക് മറ്റു നിലയ്ക്ക് പറ്റിപ്പോയവരാണ്. വലിയ വലിയ ഉസ്താദുമാരെ പലരും കൊണ്ടുവരാൻ കിട്ടിയിട്ടില്ലാത്തവരെ ഓരോ പേര് വഴക്കിങ്ങനെ പറയും. എന്നിട്ട് ആ ഉസ്താദിന്റെ മഹത്വം പറയും, ആ ഉസ്താദിന് ദീർഘായുസ് വേണ്ടി ദ്വാരിക്കും. അപ്പൊ ആ ഉസ്താദും പെട്ടെന്ന് അതിനുള്ള പണി അതൊക്കെ. പക്ഷേ സഹോദരങ്ങളെ, ഇത് ന്യായമല്ല.